വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇവിടെ സെറ്റ് ഫിസിക്സിൻ്റെ മോഡൽ ക്ലാസ് ആണ്. അപ്പം നിങ്ങൾക്ക് കുറേ പേരുണ്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഒരു സെറ്റ് പരീക്ഷ കഴിഞ്ഞ് അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവരുണ്ടാവും, സെറ്റ് പരീക്ഷയിലേക്ക് വരുന്നവരുണ്ടാവും അല്ലേ. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളിവിടെ ഒരു ചെറിയൊരു ക്ലാസ്, ഒരു ഡെമോ ക്ലാസ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്തുനിന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ നിന്ന്, ഇപ്പം നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ നിന്ന് 2 പ്രോബ്ലംസ് എങ്കിലും ഷുവറാണ്. ഇതേ പ്രോബ്ലം അല്ലെങ്കിൽ കൂടി ഇതേ മോഡലിലുള്ള പ്രോബ്ലംസ് ഷുവറാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങുന്നത്? നിങ്ങൾ സെറ്റ് പരീക്ഷയുടെ സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു, ഇതാ എത്ര മോഡ്യൂൾസ് ഉണ്ട്. നമുക്ക് 6 യൂണിറ്റുകളുണ്ട്. 6 യൂണിറ്റുകളായിട്ടാണ്, കുറേ മോഡ്യൂൾസൊക്കെ ആയിട്ട് കടൽ പോലെ കിടക്കുന്ന 3 പേജുകൾ നിറച്ച് കിടക്കുന്ന ഒരു സിലബസാണ്. അപ്പോൾ ഇതെങ്ങനെ കുറച്ച് നാളുകൾക്കുള്ളിൽ കവർ ചെയ്യാം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു ബാലികാറ മലയാണ്. കാരണം നമ്മൾ പകുതി പേരും MSc ഒക്കെ കഴിഞ്ഞിട്ട് B.Edന് പോയി, അല്ലെങ്കിൽ B.Ed കഴിഞ്ഞ് മറ്റ് പല കാര്യങ്ങൾക്ക് പോയി, എന്നിട്ട് MScക്ക് പോയി. ഇപ്പം MSc ഒക്കെ ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ദീപ്തി ശ്യാം, ഞാനതാണ് പറയാൻ പോകുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ MSc പഠിച്ച കാര്യങ്ങളൊക്കെ, നമ്മൾ PGക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു കാണും, ശരിയല്ലേ? ഒബ്വിയസ്ലി നമ്മളെല്ലാം മറക്കും. പ്രത്യേകിച്ച് നമുക്കാർക്ക് സൂപ്പർ കമ്പ്യൂട്ടറൊന്നും അല്ല നമ്മുടെ തലയിലിരിക്കുന്നത്. നമ്മളിതെല്ലാം കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അപ്പോൾ ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ ഒരു സെറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് വിജയം കൈവരിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം ഈ സെറ്റിൻ്റെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഈ സിലബസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുമായിട്ടുള്ള ഭാഗങ്ങളെ തരംതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഏതൊരു സിലബസ് എടുത്താലും നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിലൊരു അബദ്ധമുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതുന്ന ഭാഗത്തു നിന്ന് എത്ര ഡിഫിക്കൾട്ടായിട്ട് പ്രോബ്ലം വന്നാലും, എത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും അത് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം, ശരിയല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഡിവിഷൻ നടത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ കഴിഞ്ഞ് നമ്മുടെ സിലബസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, ഭയങ്കരമായ ഡിഫിക്കൾട്ടായിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടില്ല, ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള തിയറി ചോദിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. കട്ടിയായിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലാതെ വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ളതും എന്നാൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതുമായ പ്രോബ്ലംസാണ് ചോദിച്ചേക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും അവർ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം മാത്തമാറ്റിക്കൽ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വെക്ടർ കാൽക്കുലസിനകത്തു നിന്ന് കഴിഞ്ഞ ചോദ്യം വളരെ കുറവായിരുന്നു. പക്ഷേ നമ്മൾ വെക്ടർ കാൽക്കുലസ് മറക്കാൻ പാടില്ല. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെട്രീസസ്, ലീനിയർ ആൾജിബ്ര എന്നുള്ള ഭാഗം. മെട്രീസസ്, ഡിറ്റർമിനൻ്റ്, മെട്രിക്സ് സോൾവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐഗൻ വാല്യൂ, ഐഗൻ വെക്ടർ, അതൊക്കെ ചോദിക്കും. അത് പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്, അതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ വളരെ കൃത്യമായി പഠിച്ചിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നതുമാണ് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം എന്നീ സാധനങ്ങൾ. അതിനകത്ത് നിന്ന് 2 ചോദ്യം ഉറപ്പാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് മേടിച്ചുകൊണ്ട് പോകാം. കാരണം നമ്മൾ ഈ നെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ അത്രയും പ്രയാസപ്പെട്ട പ്രോബ്ലം ഒന്നും സെറ്റിന് ചോദിക്കത്തില്ല. ഇതിനകത്ത് ഈ ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ്, നമ്മുടെ ഇക്വേഷൻസ് ഇട്ട് കൊടുത്താൽ ഡയറക്റ്റ്ലി ആൻസർ കിട്ടുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. അത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ നോക്കാതെ പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട പോർഷനാണ് കോംപ്ലക്സ് അനാലിസിസ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് 2 ചോദ്യം അതിനകത്ത് നിന്ന് വന്നത്, 2 പ്രോബ്ലം. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നമ്മൾ ചെയ്ത് പഠിച്ചാലും അതിനകത്ത് നിന്ന് അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവുകയില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോംപ്ലക്സ് അനാലിസിസ്, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്നുള്ള ഭാഗം. അത് പഠിച്ചിരിക്കണം. പിന്നെ ഈ ഹെർമൈറ്റ്, ബെസൽ, ലോഗ്രെ, ലെഷൻഡർ പോളിനോമിയൽ ഒരു ചോദ്യം ഉറപ്പാണ്. ഈ 4 ഭാഗത്തു നിന്നും കൂടി 1 അല്ല 2 ചോദ്യം. കഴിഞ്ഞ തവണ ലെഷൻഡർ പോളിനോമിയലും ബെസൽ ഫംഗ്ഷൻസും 2 ചോദിച്ചിട്ടുണ്ട്. 2 ചോദ്യം, 1 അല്ലെങ്കിൽ 2 ചോദ്യം ഈ 4 എണ്ണത്തിൽ നിന്ന് ഉറപ്പാണ്. സ്പെഷ്യൽ ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്നുള്ള ഭാഗത്ത് നിന്ന് 2 ചോദ്യം ഉറപ്പാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻസിനകത്ത് നിന്ന് കഴിഞ്ഞ തവണ ചോദിച്ച് കണ്ടില്ല, പക്ഷേ അതിനകത്ത് തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ജസ്റ്റ് അതിനെന്താണ് ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ്, ഒബ്വിയസ്ലി നമുക്കറിയാം, ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് നമ്മുടെ ലഗ്രാഞ്ചിയൻ എഴുതാൻ, ഹാമിൽട്ടോണിയന്, പിന്നെ നമ്മുടെ സെൻട്രൽ ഫോഴ്സ് മോഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പിന്നെ ഈ സ്മോൾ ഓസിലേഷൻ എന്നുള്ളത്
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അങ്ങനെ മിസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ സ്മോൾ ഓസിലേഷൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഈ പോയ്സൺ ബ്രാക്കറ്റ്, കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ചോദ്യം ഉറപ്പാണ്. പിന്നെ ഹാമിൽട്ടൺ ജക്കോബി തിയറി, കഴിഞ്ഞ തവണ ഡയറക്റ്റായിട്ട് ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. അതൊന്ന് നോക്കിയിട്ട് പോയിട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് അതിനകത്തു നിന്നുള്ള ആൻസർ കിട്ടുമായിരുന്നു അല്ലേ. അത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അതിനകത്ത് നിന്ന് ചോദിച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് എന്താ പ്രശ്നം, നമ്മൾ നോക്കുകയല്ല, നമുക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് നോക്കിയ കാര്യം മറന്നുപോയി എന്നുള്ളതാണ്. പിന്നെ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സമയം മുതൽ നിങ്ങൾ ഇതിനെ ടൈം ഡിവൈഡ് ചെയ്ത് നിങ്ങളങ്ങ് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഈ പഠിക്കാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എടുത്താൽ പൊങ്ങാത്ത പുസ്തകങ്ങൾ തുറന്ന് വെച്ച്, നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ സത്യപ്രകാശ ബുക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ബുക്കുകളാണ് അതൊക്കെ അല്ലേ. ആ ബുക്കുകളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യമല്ല, ശരിയല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യും. അപ്പം നമ്മൾ പറയും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു തരും. അപ്പം നിങ്ങൾ ആ ഓറിയൻറ്റേഷൻ പ്രകാരം നിങ്ങളങ്ങ് പോവുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിക്കുക എന്നുള്ളതല്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മോഡൽ എക്സാമുകൾ എഴുതുക എന്നുള്ളത്. സ്ഥിരം പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷ, സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് ലെവൽ അത്ര നിസ്സാരമായിട്ടുള്ളൊരു പരീക്ഷയൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായ പ്രാക്ടീസ് വേണം. പ്രോബ്ലംസ് ചെയ്യാനും പരീക്ഷകൾ നടത്തി നമ്മൾ എത്ര പരീക്ഷകൾ എഴുതിയാലും അത് ഒട്ടും കുറവാകുന്നില്ല. അപ്പം അത്രമാത്രം പരീക്ഷകൾ നമ്മൾ എഴുതി, മോഡൽ എക്സാമുകൾ എഴുതി അറ്റൻഡ് ചെയ്ത് അവിടെ തെറ്റ് വന്ന് അത് തിരുത്തി അത് വീണ്ടും ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പരീക്ഷകൾ എഴുതാനും മോഡൽ എക്സാമുകൾ എഴുതാനും എങ്ങനെ പഠിക്കണമെന്നുള്ളതും നമ്മളിവിടെ പഠിപ്പിക്കുന്നതിനകത്ത് കുറേ ട്രിക്കുകളൊക്കെ ഉണ്ട്. എങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം, ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ മോഡൽ എക്സാം നടത്തുമോ? യെസ്, മോഡൽ എക്സാമുകളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ മോഡൽ എക്സാമുകൾ വരുന്നുണ്ട്. മോഡൽ എക്സാമുകളുണ്ട്, വീക്ക്ലി ടെസ്റ്റുകളുണ്ട്, റിവിഷൻ ടെസ്റ്റുകളുണ്ട്. പല പേരുകളിൽ, പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ നമ്മൾ പരീക്ഷകൾ നടത്താറുണ്ട്. അപ്പം എന്തായാലും കാര്യം ഒന്ന് തന്നെയാണ്. നമ്മൾ ഓരോ സിലബസ്, ഓരോ ചാപ്റ്റർ വൈസായിട്ടും ചാപ്റ്ററുകൾ ക്ലബ് ചെയ്തും ഒക്കെ നമ്മൾ പരീക്ഷ നടത്തും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇതിപ്പോൾ നമുക്കിപ്പോൾ 6 യൂണിറ്റ് ഉണ്ട്, ഏകദേശം 6 യൂണിറ്റ് 10 മോഡ്യൂളോ എത്രയോ മോഡ്യൂളുകളുണ്ട്. ഒരു യൂണിറ്റിൻ്റെ പരീക്ഷ നടത്തി, ശരി, നമുക്ക് നല്ല മാർക്ക് കിട്ടി. 2 യൂണിറ്റ് ഒരുമിച്ച് പരീക്ഷ നടത്തിയാലോ നമുക്ക് മാർക്ക് എങ്ങനെയാവും? കഴിഞ്ഞ യൂണിറ്റ് നമ്മൾ പഠിക്കണം, ഈ യൂണിറ്റ് നമ്മൾ പഠിക്കണം. അവസാനം ഈ 10 യൂണിറ്റ് ഞങ്ങൾ ഒരുമിച്ച് നടത്തുമ്പോഴോ, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രയാസം മനസ്സിലാവുന്നത്. എന്തേറെ കാര്യങ്ങൾ പഠിച്ചാലാ, ശരിയല്ലേ? എന്തുമാത്രം കാര്യങ്ങളുണ്ട്. ഒരു നിസ്സാര ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു മോഡ്യൂളിൽ നിന്ന് തന്നെ എത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ കോർഡിനേറ്റ് സ്പേസ് മുതൽ നമ്മൾ റിലേറ്റിവിറ്റി വരെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ക്ലാസിക്കൽ മെക്കാനിക്സിൽ. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ അതിനപ്പുറം, ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിൽ എത്ര കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇതിനെല്ലാം ബേസായിട്ട് വേണ്ടത് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാനിവിടെ എത്രയോ ക്ലാസ്സുകൾ എടുക്കുന്നു. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ പറയുമ്പോഴേ ഈ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനൊക്കെ എത്ര പ്രയാസപ്പെട്ടാണ് അവരൊക്കെ ചെയ്തു വരുന്നത്. പക്ഷേ അവർ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷനൊക്കെ നമ്മൾ പറഞ്ഞ് തല്ലി പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഇവരെന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതങ്ങ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ കാര്യമായിട്ട് തന്നെ ഇത് ഇവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു നിൽക്കുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കണ്ട് നമുക്ക് ഇപ്രാവശ്യം ഒരു കുറേ റിസൾട്ടുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്. കോഴ്സ് ഫീ ഒക്കെ ഈ താഴെ കാണുന്ന നമ്പറുകളൊക്കെ വിളിച്ച് ചോദിച്ചാൽ ബ്ലസ്സി നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ, ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് സാമ്പിളായിട്ട് കുറച്ച് പ്രോബ്ലംസും കുറച്ച് ക്ലാസ്സുകളൊക്കെ ഞാൻ തരാം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഇവർ തരുന്ന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. അതിനിടയ്ക്ക് ഞാൻ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയാം. ഫൈൻഡ് ദി റാങ്ക് ഓഫ് ദി മെട്രിക്സ്. ഇത് നമ്മുടെ ലീനിയർ ആൾജിബ്രയിൽ വരുന്ന ഒരു പോർഷനാണ്. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദി മെട്രിക്സ്.
3/3 മെട്രിക്സ് ആണ് തന്നേക്കുന്നത്. ഇതിൻ്റെ റാങ്കാണ് ചോദിച്ചേക്കുന്നത്. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇതിൻ്റെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്, ഈ മെട്രിക്സിൻ്റെ റാങ്ക്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദി മെട്രിക്സ്. മെട്രിക്സ് എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. കണ്ടല്ലോ, 1 - 1 1, 3 - 1 2, 3 1 1. ഇതാണ് നമ്മുടെ മെട്രിക്സ്. കണ്ടല്ലോ അല്ലേ? നമുക്കിതിൻ്റെ ഒരു ആൻസറിലേക്ക് പോവാം. സി വാട്ട് ഈസ് അവർ ഗിവൺ മെട്രിക്സ്. ദ മെട്രിക്സ് ഈസ് ഗിവൺ എ. ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു the matrix, see, matrix A is equal to 1 - 1 1, 3 - 1 2, 3 1 1. ഇതാണ് നമുക്ക് തന്നേക്കുന്ന മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് ചോദ്യം. സി, ടു ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് വി കൺവേർട്ട് ഓൾ ദ ഗിവൺ മെട്രിക്സസ് ഇൻറ്റു ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഈ മെട്രിക്സിനെ നമ്മൾ എന്താക്കി മാറ്റും? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റും. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. എങ്ങനെ? ബൈ യൂസിങ് റോ ഓപ്പറേഷൻസ്. ബൈ യൂസിങ് റോ ഓപ്പറേഷൻസ്. കോളം ഓപ്പറേഷൻ അല്ല, റോ ഓപ്പറേഷൻ വഴി നമ്മൾ ഇതിനെ എന്താക്കി മാറ്റും? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റും. എന്നിട്ടോ റാങ്ക് ഓഫ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. റാങ്ക് ഓഫ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ്. 2 സ്റ്റെപ്പുകളേ ഉള്ളൂ. നമ്മൾ റോ ഓപ്പറേഷൻസ് വഴി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റുന്നു. അതിനുശേഷം നോൺ സീറോ റോസ്, നമ്പർ ഓഫ് നോൺ സീറോ റോസ് കൗണ്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ റാങ്ക് എഴുതുന്നു. ഓക്കെ, നോക്കൂ, ഇതിനെ റോ ഓപ്പറേഷൻ വഴി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ എലമെൻറ്റ്, ഈ എലമെൻറ്റ്, ഈ എലമെൻറ്റ് 3 സീറോ ആക്കി മാറ്റണം. ശരിയല്ലേ? 3 നമ്മൾ സീറോ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? റോ ഓപ്പറേഷൻ വഴി എങ്ങനെ സീറോ ആക്കി മാറ്റുക എന്ന് എഴുതിക്കേ. എങ്ങനെ എഴുതും? R2 ടെൻസ് ടു R2 - 3R1. R2 ഇതിനെ 3യെ എനിക്ക് സീറോ ആക്കണമെന്നുണ്ടെങ്കിൽ 3 - 3 × 1 ചെയ്താൽ മതി. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, R2 - 3R1. ഈ എലമെൻറ്റിനെ മാത്രമാക്കി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റയർ റോയെ ഞാൻ എഴുതിയേക്കുന്നത്. ഇനി R3 ടെൻസ് ടു R3 - 3R1. R3 - 3R1. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മൾ ഡിഗ്രിക്കും പ്ലസ് ടുവിനൊക്കെ പഠിച്ച പോർഷൻസ് തന്നെ, കാര്യങ്ങൾ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നോക്കൂ, ഇനി എങ്ങനെ ചെയ്യാം? R2 ടെൻസ് ടു R2 - 3R1, R3 ടെൻസ് ടു R3 - 3R1. ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല, 1 - 1 1. ഇനി R2 3 - 3 × 1 0. ഇനി -1 - 3 × -1, -1 - 3 × -1 എത്രയായി? 3 × it is +3 +3 - 1 it is 2. +3 - 1 it is 2. Then 2 - 3 × 1 it is -1. 2 × 3 × 1 it is -1. ശരിയല്ലേ? 2 - 3 is -1. ഇനി 3 - 1, 3 - 3 × 1 it is 0. 1 - 3 × -1, 1 - 3 it is 1 - -3 it is 3 + 1 it is 4. Then 1 - 3 × -1 it is -2. ശരിയല്ലേ? അപ്പോൾ റോ ഓപ്പറേഷൻ നടത്തി നമ്മൾ 2 എലമെൻറ്റിനെ സീറോ ആക്കി. ഇതിനെ സീറോ ആക്കാൻ നമ്മൾ ഉദ്ദേശിച്ചായിരുന്നു, പക്ഷേ നമുക്ക് കിട്ടിയത് 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെയും സീറോ ആക്കണം. സീറോ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? R3 ടെൻസ് ടു R3 - 2R2. ഇതിനെ സീറോ ആക്കാൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 2R2 ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 - 1 1 0 2 - 1. ഈ ഇത്രയും 2 റോയ്ക്ക് മാറ്റമില്ല.
ഇനി 0 തന്നെയാണ്. ഇനി 4 മൈനസ് 2 ഇൻറ്റു 2, 4 മൈനസ് 4 ഈസ് 0. ഇനി -2 മൈനസ് 2 ഇൻറ്റു -1, -2 മൈനസ് 1 പ്ലസ് 2 മൈനസ് 2 ഇറ്റ് ഈസ് 0. നോക്കിക്കേ, ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയി മാറി. ഇനി നമ്പർ ഓഫ് നോൺ സീറോ റോസ് കൗണ്ട് ചെയ്യുക. എത്രയായി? 1 and 2. സോ ദി റാങ്ക് ഓഫ് എ നമ്മൾ റോ ഓഫ് എ എന്നാണ് എഴുതുന്നത്. റോ ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് എത്രയാ? 1, 2 നോൺ സീറോ റോയാണ് ഇതിനകത്തുള്ളത്, ശരിയല്ലേ? അപ്പോൾ എത്രയായി? 2. റാങ്ക് ഓഫ് എ ഈസ് 2. റാങ്ക് ഓഫ് എ ഈസ് 2. ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 2 ആണോ 3 ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാവോ? ജസ്റ്റ് ഫൈൻഡ് ദ ഡിറ്റർമിനൻറ്റ്. ഈ ഇത്രയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? നമ്മുടെ മെട്രിക്സ് ഏതാണ്? നമ്മുടെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാം വളരെ എളുപ്പത്തിൽ. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ റോ ഓപ്പറേഷനൊക്കെ നമുക്ക് വലിയ പാടല്ലേ. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. നോക്കിക്കേ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. 1 ഇൻറ്റു -1 -2 ഇറ്റ് ഈസ് -3 -1 ഇൻറ്റു 3 -6 ഇറ്റ് ഈസ് -3 പ്ലസ് 1 ഇൻറ്റു ദെൻ 1 ഇൻറ്റു 3 പ്ലസ് 3 ഇറ്റ് ഈസ് 6. നോക്കിക്കേ, -3 പ്ലസ് 3 ദെൻ 1 ഇൻറ്റു -1 -2 ഇറ്റ് ഈസ് -3 minus into -1 it is +3. So -3 plus 6. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എത്രയാ? 0. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എത്രയാ? നമുക്ക് 0 കിട്ടി, ശരിയല്ലേ? ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു 3. ഇതൊരു 3/3 മെട്രിക്സ് ആകയാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം റാങ്ക് ഓഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു 3. റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ 3. റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ 3 എന്ന് എഴുതാം. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, ശരിയല്ലേ? നമ്മൾ കൃത്യമായി പഠിച്ചു പോകുന്ന കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് ഒരു മൈനറിനെ നമ്മൾ ചൂസ് ചെയ്യും. ഞാൻ ഈ മൈനറിനെ എടുത്തു. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചേ. ദിസ് ഈസ് -1 പ്ലസ് 3 എത്രയാ? 2. That means determinant of the minor is not equal to 0. That means rank of A is equal to order of the minor. എന്താണ്? ഓർഡർ ഓഫ് ദി മൈനർ. ഇത്രയോ നമ്മൾ റോ ഓപ്പറേഷൻ ഒന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഓർഡർ ഓഫ് ദി മൈനറിൻ്റെ ഓർഡർ എത്രയാ? 2. സിമ്പിൾ. അത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? ഇതുപോലുള്ള ട്രിക്കുകളാണ് നമ്മളിങ്ങ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നമ്മൾ ബുക്കുകളിലൊന്നും ഈ ട്രിക്കൊന്നും എഴുതി വെക്കുകയില്ല. അപ്പോൾ ബുക്കുകളിലുള്ള ഈ ട്രിക്കുകളല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോച്ചിങ്, അതിനാണ് നമ്മളൊക്കെ കോച്ചിങ് തരുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതാനും ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ചെയ്യാം. നമുക്കറിയാം, റോ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു സൈനിൻ്റെ തെറ്റ് വന്നാൽ മതി, മുഴുവൻ തെറ്റിപ്പോവും, ശരിയല്ലേ? എത്രമാത്രം റോ ഓപ്പറേഷൻ ചെയ്താലാണ്. അപ്പോൾ ഇങ്ങനെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കോച്ചിങ് കൊണ്ട് ഗുണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡീസിനൊപ്പം, നിങ്ങൾ എഫർട്ട് ഇടണ്ട എന്നല്ല അതിനർത്ഥം, നിങ്ങളുടെ സ്റ്റഡീസിനൊപ്പം നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ നിങ്ങളെപ്പോലെയുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ ചെല്ലണം. അതായത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അടുത്ത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നവരാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. കാരണം ഞങ്ങൾക്ക് കോച്ചിങ് തരുന്ന നിങ്ങളുടെ വിജയം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വിജയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിമാണ്. അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ഇൻപുട്ട് നിങ്ങൾക്ക് തന്നിരിക്കും, അതായത് യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത്രയും ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അത്രയും നിങ്ങളോട് അത്രയും ആത്മാർത്ഥതയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അടുത്ത് നിങ്ങൾ ചെല്ലുക. അപ്പോൾ എന്തായാലും തീർച്ചയായും എനിക്ക് പറയാം, കാരണം ഞാനിവിടെ ചോര നീരാക്കി ഞാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പം നമുക്കറിയാം എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ
സമീപിക്കുക. ഇവിടെ വന്ന് നിങ്ങൾ ചോദിക്കുക. ഈ നമ്പറുകളിലൊക്കെ താഴെ കാണുന്ന ഈ നമ്പറുകളിലൊക്കെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? റാങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാവുന്ന ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം ഇട്ടത്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായോ? എനി ഡൗട്ട്സ്? കണ്ടുകൊണ്ടിരിക്കുന്നവർ കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു, സന്തോഷമായിരുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ലേ? കമൻറ്റ് ചെയ്തോളൂ. ഈ പ്രോബ്ലം മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, സമയം കളയണ്ട. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഈ പ്രോബ്ലത്തിൽ സംശയങ്ങളില്ല എന്ന് കരുതി we are moving on to the next one. നോക്കൂ, see the next problem. The integral minus infinity to plus infinity x square divided by x square plus a square whole square. Skriba B, thank you very much. ഒരാളെങ്കിലും കമൻറ്റ് ചെയ്തല്ലോ, താങ്ക് യു കേട്ടോ. ഇൻ്റഗ്രൽ in minus infinity to plus infinity x square divided by x square plus a square whole square dx evaluates into. ഞാൻ ഓപ്ഷൻസ് മനഃപൂർവ്വം ഞാൻ ഒഴിവാക്കിയതാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നോക്കൂ, ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഇൻ്റഗ്രൽ. ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് അത് ചോദിച്ചേക്കുന്നത്. നമ്മുടെ +2 മുതലുള്ള നമ്മുടെ ഇൻ്റഗ്രേഷൻ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഇൻ്റഗ്രൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫോർമുല ഒന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? സി, ഇത് ഈ ഇൻ്റഗ്രലിൻ്റെ ദിസ് കംസ് ഫ്രം ദ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ. ദിസ് കംസ് ഫ്രം ദി പോർഷൻ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ. ഈ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ തന്നെ ഒരു 4-5 ടൈപ്പുകളുണ്ട്. നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം കേട്ടോ. 4-5 ടൈപ്പുകളുണ്ട്. അതിൽ ഒരു മോഡൽ മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എല്ലാം കൂടെ ഇവിടെ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് അതിൽ ഒരു മോഡലാണിത്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ആയതുകൊണ്ട് ഈ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ നിങ്ങൾക്കറിയാം. ദിസ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ദാറ്റ് ഫംഗ്ഷൻ is defined over a contour. This is defined over a contour and this contour is a semicircle, semi infinite circle. അതുകൊണ്ടാണ് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഉള്ള ഭാഗം തന്നേക്കുന്നത്. ഇതിനെ നമ്മൾ ഇമാജിനറി ആക്സിസ് എന്നും ഇതിനെ നമ്മൾ റിയൽ ആക്സിസ് എന്നും പറയും. നമ്മൾ വിചാരിക്കുന്നതാണ് നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് ബാക്കി ആർക്കും ഇത് അറിയത്തില്ല എന്ന്. അല്ല കേട്ടോ. കാരണം ഭയങ്കരമായ കോമ്പറ്റീഷനാണ്. കാരണം നമുക്ക് അറിയാവുന്നതിൽ കൂടുതൽ അടുത്തിരിക്കുന്ന ആൾക്കറിയാം. അങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് ആർക്കും അറിവ് കുറവുള്ളവരില്ല. കാരണം വൺ വേ ഓർ ദി അതർ അറിഞ്ഞിരിക്കും. സോ നമുക്കറിയത്തില്ല, അവർക്കും അറിയത്തില്ല എന്ന് അസ്യൂം ചെയ്യരുത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കൂടി വരികയുള്ളൂ, ഒരിക്കലും താഴ്ന്നു വരത്തില്ല. ഓക്കെ, അപ്പം so this complex function is defined over the contour a semi-infinite circle leading which is from minus infinity to plus infinity. ഇമാജിനറി ആക്സിസും റിയൽ ആക്സിസും. നോക്കൂ, ഇതിനെങ്ങനെ ചെയ്യുക? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. നമ്മൾ പഠിച്ചിട്ടുള്ള കോംപ്ലക്സ് ഫങ്ഷൻസ് എല്ലാം ഇസഡിൻ്റെ ടേംസിലാണ്. നമ്മളതിനെ ഇസഡിലേക്ക് മാറ്റും. ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി സെഡ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് കാൽക്കുലേറ്റ് ദ സിംഗുലാർ പോയിൻറ്റ്സ്.
വി ഷുഡ് കാൽക്കുലേറ്റ് ദി സിംഗുലാർ പോയിന്റ്സ്. എങ്ങനെയാണ് സിംഗുലാർ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? സിംഗുലാർ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വി സിംപ്ലി പുട്ട് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. വി സിംപ്ലി പുട്ട് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എ. ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എ. കിട്ടിയല്ലോ. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ പ്ലസ് ഐ എയും ഇസഡിൻ്റെ വാല്യൂ മൈനസ് ഐ എയുമാണ് എന്ത്? സിംഗുലാർ പോയിന്റ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗുലാർ പോയിന്റും പോളുകളും തമ്മിലുള്ള ഡിഫറൻസ്. സിംഗുലാർ പോൾസ് ആർ ദോസ് സിംഗുലാർ പോയിന്റ്സ് ഇൻസൈഡ് ദ കോണ്ടൂർ. പോൾസ് ആർ ദ സിംഗുലാർ പോയിന്റ്സ് ഇൻസൈഡ് ദി കോണ്ടൂർ. അപ്പോൾ കോണ്ടൂർ ഏതാണ്? ഇതാണ് നമ്മുടെ കോണ്ടൂർ. ഇതിനകത്ത് ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഐ എ എവിടെ വരും? സപ്പോസ് ഇവിടെയാണെന്ന് കരുതുക. ഇവിടെയാണ് നമ്മുടെ പ്ലസ് ഐ എ എന്ന് കരുതുക. ഇതാ ഈ പോയിന്റ്. മൈനസ് ഐ എ ഇവിടെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് മൈനസ് ഐ എ ഈസ് ഔട്ട്സൈഡ് ദ കോണ്ടൂർ. സോ പ്ലസ് ഐ എ, ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഐ എ ഓൺലി എക്സിസ്റ്റ് ആസ് എ പോൾ. സോ നമ്മൾ ഇത് കഴിഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റെസിഡ്യൂ ആണ്. സോ വി ഷുഡ് കാൽക്കുലേറ്റ് ദ റെസിഡ്യൂ ഓൺലി ഫോർ ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഐ എ. ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എക്ക് റെസിഡ്യൂ ഉണ്ടോ? ഇല്ല. റെസിഡ്യൂ വോണ്ട് എക്സിസ്റ്റ് ഫോർ എ സിംഗുലാർ പോയിന്റ് ഔട്ട്സൈഡ് ദി കോണ്ടൂർ. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ. സോ നോക്കൂ, റെസിഡ്യൂ ഇതിൻ്റെ ഓർഡർ എത്രയാണ്? ബൈ ദ ബൈ, it is a singular point is any z is equal to plus ia. And what is the order? N is equal to, order n is equal to, it is 2. It is not a simple pole, it is a pole of order 2. It's a pole of order 2. So residue z is equal to plus ia. Residue for z is equal to plus ia, which is equal to 1 by n minus 1 factorial limit z tends to ia d raised to n minus 1 divided by d z raised to n minus 1 of z minus ia into z minus ia raised to n into f of z. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. ശരിയല്ലേ? Which is equal to 1 by n minus 1, 2 minus 1 factorial, it is 1, 1 factorial is 1 itself, limit z tends to ia d raised to 1 minus 1 d by dz of z minus ia whole square into f of z എത്രയാ? z square divided by z plus z square plus a square എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? z minus ia whole square into z plus ia whole square. So z plus ia whole square into z minus ia whole square. So z minus ia and z minus ia cancels. മിച്ചം വരുന്ന ഏതാണ്? d by dz of z square divided by z plus ia whole square. ക്ലിയർ? ഇനി കോഷ്യൻ റൂൾ ഉപയോഗിച്ച് d by dz ചെയ്യേണ്ടി വരും. സോ റെസിഡ്യൂ which is equal to quotient rule z plus ia all raised to 4 upon quotient rule ഒക്കെ അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. z plus ia whole square into 2z minus 2 into z plus ia into z square with the limit z tends to ia. ഇത് ലിമിറ്റ് z tends to ia. സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കമൻ്റായിട്ട് ചോദിക്കണം കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിക്കേ, z plus ia whole square, z plus ia whole raised to 4. So it is 2z divided by z plus ia whole square minus z plus ia, z plus ia ഒരെണ്ണം വിട്ടുപോകും, മൈനസ് 2z square divided by z plus ia whole cube with limit z tends to ia. With limit z tends to ia. ഇത് ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സോ ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഇസഡിൻ്റെ സ്ഥാനത്ത് ia ഇട്ട് കൊടുക്കുക. ഇസഡിൻ്റെ സ്ഥാനത്ത് ia ഇട്ട് കൊടുക്കുക. നോക്കിക്കേ, ഇസഡിൻ്റെ സ്ഥാനത്ത് ia ഇട്ട് കൊടുക്കുമ്പോൾ
2IA divided by IA plus IA. It is 2IA whole square minus 2 into IA whole square divided by 2IA whole cube. 2IA whole cube. നോക്കിയേ 2IA IA square. ഇനി 1 by 2IA minus IA into IA. I into I is minus 1. അപ്പം minus 2A square divided by 2 cube is 8. I cube എന്ന് പറയുന്നത് എത്രയാ? I into I which is minus 1. Minus 1 into I it is minus I. Minus I A cube which is equal to എത്ര വരും? 1 by 2IA minus ഇത് 4 ഇത് മൈനസ് പോയി it is A square and A cube പോയി. So 1 by 4IA. 1 by 2IA minus 1 by 4IA which is equal to 1 by 4IA. It is 1 by 4IA. ഇനി എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ? ഇപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? റെസിഡ്യൂ കണ്ടുപിടിച്ചു. ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ആയോ? ഇല്ല. ക്ലോസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 2 pi I into summation over all residues which is equal to 2 pi I into 1 by 4IA. 1 by 4IA. I and I, 2 and 4 cancels. So which is we get pi by 2A. The value of the integral is pi by 2A. Value of the integral is pi by 2A. നിങ്ങൾ വിചാരിക്കുന്ന കാണും ഇത്രയും പാട് പിടിച്ച ഇൻ്റഗ്രേഷൻ, ഇത്രയും ലോങ് സ്റ്റെപ്പുള്ള ഇൻ്റഗ്രേഷൻ വരുമോ എന്ന്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചേക്കുന്നത്, വേറൊരു ക്വസ്റ്റ്യനാണ്. ചോദിക്കും. കാരണം വിജയശതമാനം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. എക്സാമിൻ്റെ ടൈറ്റ്നെസ് കൂട്ടുക എന്നുള്ളത് ചോദ്യം ഇടുന്നയാളുടെ കഴിവാണെന്ന് അവരുടെ വിചാരം. സോ എന്തായാലും ചോദ്യത്തിൻ്റെ ലെവൽ കൂടി വരും. സോ ബി പ്രിപ്പയർഡ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവർ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുക. എനി ഡൗട്ട്സ്? നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കുക കേട്ടോ. യാതൊരു പ്രശ്നവും വിചാരിക്കേണ്ട, ഡയറക്റ്റ്ലി ചോദിക്കുക. ഈ പ്രോബ്ലം മനസ്സിലായോ? എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേർ ഇങ്ങനെ ഇതിൻ്റെ ബേസിസ് അറിയത്തില്ലാഞ്ഞിട്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. മഹി എന്താണ്, മനസ്സിലായെന്നാണോ മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത്? മനസ്സിലായില്ല, നോ എന്നൊരു കമൻറ്റ് മാത്രമേ കാണുള്ളൂ കേട്ടോ. നിങ്ങൾക്കിതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രശ്നം. ബേസിക്സും ഇതും കൂടെ പറയാൻ നമുക്കിവിടെ സമയമില്ല, ആകെ 1 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ഒരു സ്പാർക്ക് ഇട്ട് തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് നിങ്ങളെ ഒന്ന് പഠിക്കാൻ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും പറഞ്ഞു തരാൻ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സമയമില്ല. ഓക്കെ, മനസ്സിലായി. താങ്ക് യു. Then we are moving on to next one. See, the coefficient of cos 3 pi x in the Fourier expansion of f of x equal to mod x, which is defined from -2 less than x less than 2 is. ഇതാണ് ചോദ്യം. ഇത് ഫോറിയർ സീരീസിലെ ഇത്തവണ ചോദിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഫോറിയർ സീരീസിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂൾ മുതൽ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു തരുമോ? ഏത് ഭാഗത്തു നിന്നാണോ? വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുമായിട്ട് കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ദ കോഎഫിഷ്യൻ്റ് ഓഫ് കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. മഹി, അതിനകത്ത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ 2 ചോദ്യമുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടും. സി, ദ കോഎഫിഷ്യൻ്റ് ഓഫ്
cos 3πx in the Fourier expansion of. നിങ്ങളോട് പരീക്ഷയ്ക്ക് Fourier expansion of f of x equal to mod x കണ്ടുപിടിക്കാൻ ആരും ചോദിക്കുകയില്ല. ചോദിക്കുന്നത് ഇതുപോലെ ആയിരിക്കും. Coefficient of cos 3πx in the Fourier expansion of f of x is equal to something. ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? ഇത് Fourier expansion നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളും പാരലലി നിങ്ങളും ചെയ്തോളൂ. ഇടയ്ക്ക് എന്നെ ശ്രദ്ധിച്ചാൽ മതി. നോക്കിക്കോ, Fourier expansion നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാ? f of x is equal to mod x which is defined from -2 less than x less than 2. ഇതാണ് a1 എന്ന് പറഞ്ഞാൽ അശ്വതി ഘോഷ് കമൻറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. a1 എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നേ. വോയിസ് കമൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചോദിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. f of x equal to mod x ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ f of xനെ നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. f of x is equal to -x ആൻഡ് +x. -x എവിടെ മുതൽ? -2 less than x less than 0 ആൻഡ് x from 0 less than x less than 2. ഇതാണ് മോഡുലസ് എക്സ് എന്നുള്ള അതിൻ്റെ സ്പ്ലിറ്റിങ് ഇങ്ങനെയാണ്. നെഗറ്റീവ് പാർട്ടിലുള്ളത് നിങ്ങൾക്കറിയാം. മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം, ശരിയല്ലേ? മോഡുലസ് എക്സ് ഗ്രാഫ് ഇങ്ങനെ വരും അല്ലേ? അപ്പം മോഡുലസ് എക്സ് -2 -x ഫോർ -2 മുതൽ 0 വരെ, എക്സ് 0 മുതൽ 2 വരെ. ഇനി ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. a0 എന്താ? 1/L ഇൻ്റഗ്രൽ -L to +L f of x dx into f of x dx which is equal to 1/L length of the interval which is 1/2. ശരിയല്ലേ? 2 ആണ് ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ. 2 ഇൻ്റഗ്രൽ -2 മുതൽ 0 വരെ ഉള്ളത് എന്താണ്? -x dx പ്ലസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 മുതൽ 2 വരെ ഉള്ളത് x dx ആകും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -x²/2 എവിടെ മുതൽ? -2 മുതൽ 0 വരെ പ്ലസ് 1/2 ഇൻറ്റു x²/2 എവിടെ മുതൽ? 0 മുതൽ 2 വരെ. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് cos x. താങ്ക്സ് അലോട്ട്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് cos x ദാറ്റ് ഈസ് ഫൈൻഡ് a1. കോഎഫിഷ്യൻ്റ് ഓഫ് cos x മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് a1 മുതലങ്ങ് പറഞ്ഞ് a0 മുതലങ്ങ് പറയാമെന്ന് കരുതുക. കാരണം മനസ്സിലാവുമ്പോൾ എല്ലാവർക്കും കുറച്ച് ഒരു കാര്യമെങ്കിലും മനസ്സിലാവട്ടെ. അശ്വതി യെസ് a1 a1 കണ്ടുപിടിച്ചാൽ മതി ഡയറക്റ്റ്ലി. സി ഇതാണ് യെസ് ഇത് ചെയ്തോളൂ. ഇപ്പോൾ എന്തോന്നു? 1/2 ഈസ് ടേക്കൺ കോമൺ. 1/2 കോമൺ എടുത്തു. ഇത് നോക്കിക്കേ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലിമിറ്റ് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം -2 സ്ക്വയർ ഇട്ട് കഴിയുമ്പോൾ 4/2 വിച്ച് ഈസ് 2. 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 തന്നെ. മൈനസ് എപ്പോൾ വന്നാലും ലിമിറ്റ് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താകാം? നമുക്കൊരു അവസാനത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാം. എപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്താലും ഒരു മൈനസ് സൈൻ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് തിരിച്ചിടുക. ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് ചെയ്യുക എപ്പോഴും. അങ്ങനെ ആ കണ്ടീഷനിൽ പിന്നെ മൈനസിനെ പറ്റി ചിന്തിക്കരുത്. ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് എപ്പോഴും ചെയ്യുക. നമ്മൾ സാധാരണ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ. നെഗറ്റീവ് ആണ് തിരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് ഉണ്ടെങ്കിൽ ലിമിറ്റ് തിരിച്ചിട്ട് ചെയ്യുക. 2 പ്ലസ് 1/2 ഇൻറ്റു ദിസ് ഈസ് 2 വിച്ച് ഈസ് 2 ഇറ്റ് സെൽഫ്. ശരിയല്ലേ? വിച്ച് ഈസ് 2 + 2 4/2 വിച്ച് ഈസ് 2. ഓക്കെ, ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? an-ൻ്റെ വാല്യൂ എന്താണ്? 1/L ഇൻറ്റു ഇൻ്റഗ്രൽ -L to +L f of x cos n/x/L dx. ഫോർമുല ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? 1/L ഇൻറ്റു f of x ഇൻറ്റു cos n/x/L dx. ഇനി ചെയ്തേ. ഇനി 1/L 1/2 ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ 2 ആണെന്ന് കിട്ടി. ഇൻ്റഗ്രൽ 1/2 കോമൺ എടുക്കാം, കാരണം രണ്ട് ഭാഗമാണല്ലോ. 1/2 -2 മുതൽ 0 വരെ എന്താണ്? -x ഇൻറ്റു cos n/x/2 dx പ്ലസ് ഇൻ്റഗ്രൽ 0 മുതൽ 2 വരെ x cos n/x/2
2 dx. പിടികിട്ടിയ? ഇനിയാണ് നമ്മുടെ കളികൾ. ഇനി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യണേ. നോക്കിക്കോളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് കോസ് എൻ പൈ എക്സ് ബൈ 2 ഡി എക്സ്. ഒരിടത്തൊരു മൈനസ് ഉണ്ട്, ഒരിടത്ത് മൈനസ് ഇല്ല. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ പ്രോഡക്റ്റ് റൂൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക, സെക്കൻഡ് ഫംഗ്ഷനും എഴുതുക. കോസ് എൻ പൈ എക്സ് ബൈ 2. ഫസ്റ്റ് ഫംഗ്ഷനെ നമ്മളങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോവുക. 0 കിട്ടുന്നത് വരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സിൻ്റെ ഡിഫറൻസിയേഷൻ 1, അതിൻ്റെ ഡിഫറൻസിയേഷൻ 0. സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോവുക. എത്ര തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തോ അത്ര തവണ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകണം. നോക്കിക്കേ, കോസ് എൻ ബൈ എക്സ്, കോസ് എൻ ബൈ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? 2 ബൈ എൻ പൈ സൈൻ എൻ പൈ എക്സ് ബൈ 2. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തേ, 4 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു സൈനിൻ്റേത് മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ 2. ശരിയല്ലേ? ഇനി ഒന്നും ചെയ്യേണ്ട, ഇതാ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് സൈൻ മുമ്പിലിടുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് സൈൻ മുമ്പിലിടുക. മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് ഇൻറ്റു 2 ബൈ എൻ പൈ സൈൻ എൻ പൈ എക്സ് ബൈ 2 മൈനസ് 4 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ കോസ് എൻ പൈ എക്സ് ബൈ 2. കോസ് എൻ പൈ എക്സ് ബൈ 2. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെയാ? ഫസ്റ്റ് ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെയാ? 0 മുതൽ 2 വരെ ഒരു ലിമിറ്റ്, നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ളതിൻ്റെ 0 മുതൽ 2 വരെയുള്ള ലിമിറ്റാണ്. ഇനി 0 മുതൽ 2 വരെ ഉള്ളതിൻ്റെ ലിമിറ്റ് ഇട്ട് കൊടുത്തേ, 0 മുതൽ 2. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് ഈസ് 2. അപ്പർ ലിമിറ്റ് 2 ഇട്ട് കൊടുക്കുമ്പോൾ 4 എൻ പൈ, ദിസ് ഈസ് സൈൻ എൻ പൈ, അത് പോയി. പിന്നെ മിച്ചം എന്ത് വന്നു? മൈനസ് കോസ് എൻ പൈ ഈസ് മൈനസ് 1 റൈസ് ടു എൻ, 4 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ ഈസ് മൈനസ് 1 റൈസ് ടു എൻ ഇൻറ്റു മൈനസ് ലോവർ ലിമിറ്റ് ഈസ് 0, cos 0 is 1 which is minus 4 by n square pi square, 4 by n square pi square അല്ലെങ്കിൽ 4 by n square pi square, 4 by n square pi square കോമൺ എടുത്താൽ 4 by n square pi square കോമൺ എടുത്താൽ എന്ത് വരും? മൈനസ് 1 റൈസ് ടു n മൈനസ് 1 റൈസ് ടു n മൈനസ് 1. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഇനി മറ്റേത് എക്സിൻ്റെ ഇവിടെ ഒരു മൈനസ് ഉള്ളതുണ്ട്. മൈനസ് ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു മൈനസ് ഫ്രണ്ട് വരുമ്പോൾ ലിമിറ്റ് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലിമിറ്റ് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ 4 ബൈ, ജസ്റ്റ് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങളത് ഇതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾ ആ ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ഒന്ന് ചെയ്യുക. ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റഗ്രേഷൻ ഒന്ന് ചെയ്തിട്ട് അതങ്ങ് ജസ്റ്റ് ആ ലിമിറ്റ് ഒന്ന് ഇട്ട് കൊടുത്തേ. ഇപ്പോൾ എന്ത് വരും? 4 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ഇറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 മൈനസ് 1 റൈസ് ടു എൻ, 1 മൈനസ് 1 റൈസ് ടു എൻ, 4 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 റൈസ് ടു എൻ. ഇതാവുന്നു. നമ്മുടെ രണ്ടും കൂടെ ക്ലബ് ചെയ്താൽ മതി. ഇനി ഇവിടെ മൈനസ് 4 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ രണ്ടും കൂടെ ഒന്ന് ക്ലബ് ചെയ്യുക. രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ an is equal to 4 by n square pi square, 4 by n square pi square. അത് കോമൺ എടുക്കുക. 4 by n square pi square കോമൺ എടുക്കുക. 4 by n square pi square കോമൺ എടുത്ത് കഴിയുമ്പോഴത്തേനും എന്ത് വരും? ഇവിടെ ഒരു 1/2 ഫ്രണ്ട് കിടപ്പുണ്ടായിരുന്നു നേരത്തെ, ശരിയല്ലേ? ഇൻറ്റു 1/2 ഇൻറ്റു മൈനസ് 1 റൈസ് ടു മൈനസ് ഓഫ് മൈനസ് 1 റൈസ് ടു n മൈനസ് 1 ബെറ്റർ തിരിച്ചെഴുതാം. an is equal to 1/2 ഇൻറ്റു 1/2 നേരത്തെ കോമൺ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങളിതിന് തൊട്ട് മുമ്പിലത്തെ സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1/2 ഉണ്ടായിരുന്നു.
4/n²π². 4 ടേമിലും കോമണാണ്. അത് നമ്മൾ കോമൺ എടുത്തു. കോമൺ എടുത്തിട്ട് എന്ത് ചെയ്തു? കോമൺ എടുത്തിട്ട് ഒരിടത്ത് ഒരു മൈനസ് ഉണ്ട്, ശരിയല്ലേ? ആദ്യത്തെ ടേമിൽ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് ഓഫ് 1/2 ഇൻറ്റു 4/n²π² ഇൻറ്റു 1 മൈനസ് -1/n പ്ലസ് ആ സ്റ്റെപ്പ് വരിക 1/2 ഇൻറ്റു 4/n²π² ഇൻറ്റു -1/n -1. ക്ലിയർ അല്ലേ? ജസ്റ്റ് എല്ലാം കൂടെ ഒരൊറ്റ ബോർഡിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സി ഇപ്പം എത്രയായി? ഇനി എന്തായി? ഇനി ദിസ് ഈസ് 4 and 2 ക്യാൻസൽസ്. 4 and 2 ക്യാൻസൽസ്. പിന്നെ ഇവിടുത്തെ 2 എണ്ണം ഉണ്ട്, ശരിയല്ലേ? ഇത് മൈനസ് ഇവിടെ വരുമ്പം 2 എണ്ണമായി. സോ ഇറ്റ് ഈസ് അഗെയിൻ 4/n²π² ഇൻറ്റു -1/n -1. 4/n²π² ഇൻറ്റു -1/n -1. ജസ്റ്റ് നിങ്ങൾ ഇതാണ് ഞാൻ പറയുന്നത്, ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനുമാണ് വളരെ പ്രധാനമായിട്ട് വേണ്ടത്. നമ്മൾ ഇങ്ങനത്തെ ഒരു മത്സര പരീക്ഷകൾക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനുമാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് പഠിച്ചിരിക്കാതെ യാതൊരു രക്ഷയില്ല. അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ +2 നമ്മുടെ +2 മാത്തമാറ്റിക്സ് അതൊന്നെടുത്ത് പൊടി തട്ടിയെടുത്തുനിന്ന് നോക്കണം. നമുക്കറിയാം, കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്ന് കഴിയുമ്പോൾ അതെല്ലാം നമ്മൾ മറന്നുപോകും. ഇൻ്റഗ്രൽ എക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ലാത്ത കുട്ടികൾ പോലും നമുക്കുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ നിന്നാണ് അവർ പിന്നെ വളർന്നു വന്നത്. നമുക്കറിയാം, ഇതൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്നേ, ഒരു പാടുമില്ല. നമ്മൾ ഒന്ന് പഠിച്ചെടുത്തതല്ലേ. അപ്പോൾ നമുക്കിതെന്തായാലും ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ ഓർമ്മയിൽ കിട്ടും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് an-ൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. ജസ്റ്റ് ആ ഇൻ്റഗ്രേഷൻ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് an-ൻ്റെ വാല്യൂ കിട്ടും. 4/n²π² ഇൻറ്റു ഇനി bn ആണ് അടുത്ത വാല്യൂ. bn എങ്ങനെ ചെയ്യുക? 1/l ഇൻറ്റു ഇൻ്റഗ്രൽ -l to a + l f of x sin n/x/l dx. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? mod x അങ്ങ് കൊടുത്ത് നോക്കിയേ. mod x എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. sin x എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ വിത്ത് ഈവൻ ലിമിറ്റ്സ്. ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ വിത്ത് ഈവൻ ലിമിറ്റ്സ് വിൽ ഗിവ് യു ആൻസർ 0. ചെയ്ത് നോക്കുക പോലും വേണ്ട, ഡയറക്റ്റ്ലി കണ്ടും പൂട്ടി 0 എന്ന് എഴുതാം. സോ bn-ൻ്റെ വാല്യൂ 0. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ ഓവർ n ഈസ് ഈക്വൽ ടു 1 to ∞ an cos n/x/l പ്ലസ് bn sin n/x/l. ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ. സോ a0/2 a0 നമുക്ക് കിട്ടിയത് 2/2 ഈസ് 1 പ്ലസ് an എത്രയാ? 4/n²π² ഇൻറ്റു -1/n -1 cos n/x/2. cos n/x/2. ഇനി ഇവിടെ സമ്മേഷൻ ഉണ്ട്, സമ്മേഷൻ ഓവർ n. ഇനി ഓരോന്നായിട്ട് കൊടുത്താൽ മതി. 1 പ്ലസ് n-ന് വാല്യൂ 1, n-ന് വാല്യൂ 1 കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് 4/π² ഇൻറ്റു -1/1 it is -1 -1 is -2 cos πx/2 പ്ലസ് ഇനി n-ന് വാല്യൂ 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ -1/2 ഈസ് +1 +1 -1 0, 2 ഇല്ല. ഇനി 3 കൊടുക്കുക. 4/9π² ഇൻറ്റു -1/3 it is -1 -1 is -2 cos 3πx/2. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ്? cos 3πx/2-ൻ്റെ കോഎഫിഷ്യൻ്റാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്താ കോഎഫിഷ്യൻ്റ്? ഈസ് -8/9π².
minus 8 by 9 pi square is the coefficient of cos 3 pi x by 2. ഞാൻ നിങ്ങൾക്ക് തരുന്നത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലത്തിൽ ഉപരി കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ച് പ്രയാസമായിട്ടുള്ള പ്രോബ്ലംസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കിട്ടും, നിങ്ങൾക്ക് വലിയ പ്രയാസം കാണില്ല. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കുറച്ച് പ്രയാസമുള്ള, നേഴ്സുമാരൊക്കെ പറയാറ് ഉറുമ്പ് കടിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടണോ എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം. അല്ലാതെ നിങ്ങളെ ഭയപ്പെടുത്താനോ ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാനൊന്നുമല്ല. ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് കിട്ടിയത്. സോ ദ കോഎഫിഷ്യൻ്റ് ഈസ് -8/9 pi square. ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ട്രിക്കി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റഗ്രേഷൻ മാത്രമാണ്, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ആ ഇൻ്റഗ്രേഷൻ കറക്റ്റായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്ന ഉത്തരം നിങ്ങൾക്ക് കിട്ടും, ഒട്ടും പ്രയാസമില്ല. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു യു. മനസ്സിലായി? അശ്വതി ഘോഷ്, നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. -8/9 pi square. Okay, clear? So we are moving on to the next problem. അടുത്തത് ഇത്തവണ ചോദിച്ച ചോദ്യം ഇതാ. ലഗ്രാഞ്ചിയൻ ഫോർ എ കോമ്പൗണ്ട് പെൻഡുലം ഈസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, പ്രത്യേകിച്ച് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന സിമ്പിൾ പെൻഡുലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കുന്ന ഒരു പോർഷനാണ് ഈ കോമ്പൗണ്ട് പെൻഡുലം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി ഇത് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലഗ്രാഞ്ചിയൻ ഫോർ എ കോമ്പൗണ്ട് പെൻഡുലം. ഇത്തവണ പരീക്ഷ എഴുതിയ ആരെങ്കിലും ഉണ്ടോ? ഇത്തവണ പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിക്കാണും. കിട്ടാത്തവരുണ്ടെങ്കിൽ സ്വയം ഒരടി കൊടുക്കുക. കാരണം നമ്മളിത് വളരെ സിമ്പിളായിട്ട് പഠിക്കുന്നൊരു കാര്യമാണ് അല്ലേ? ശരിയല്ലേ? ക്ലാസിക്കൽ മെക്കാനിക്സിൽ വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന കാര്യമാണ്. നോക്കിക്കേ, ദ കോമ്പൗണ്ട് പെൻഡുലം. എങ്ങനെയാണ് കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറഞ്ഞാൽ? എന്തും കോമ്പൗണ്ട് പെൻഡുലമാണ്. നോക്കൂ, ഇതാണ് എൻ്റെ കോമ്പൗണ്ട് പെൻഡുലം. ദിസ് ഈസ് കോൾഡ് ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. എവിടെയാണോ തൂക്കിയിടുന്ന പോയിന്റ് അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയും. ഇനി സി പോയിന്റ് ഓഫ് സസ്പെൻഷൻ, ആൻഡ് there will be another point in the compound pendulum which is the center of gravity. യെസ്, പരീക്ഷ എഴുതി എന്നാണെന്ന് വിശ്വസിക്കുന്നു. അശ്വതി ഘോഷ് യെസ് എന്ന് കമൻറ്റ് ചെയ്തതേ പരീക്ഷ എഴുതി എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. See, this is the center of gravity, and the length between the point of suspension and the center of gravity is L, and the angle between them is theta. Theta ആണെന്ന് കരുതുക. സോ ഈ ലെങ്ത് എന്തായിരിക്കും? This will be L cos theta. This is L cos theta. ശരിയല്ലേ? L cos theta. സോ ഇനി ലഗ്രാഞ്ചിനെ നമ്മളോട് ചോദിച്ചേക്കുന്നത്, ലഗ്രാഞ്ചിൻ കിട്ടാൻ വേണ്ടി L is equal to T minus V. സിമ്പിൾ സെൻസിൽ പറയാം, L is equal to T minus V. ഇനി T എന്ന് പറയുന്നത് which is equal to half mx dot square. T is equal to half mx dot square. പക്ഷേ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ കേസിൽ ഹാഫ് mx dot square അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് ഹാഫ്. മാസിൻ്റെ റൊട്ടേഷൻ അനലോഗ് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I, and x dot it is theta dot square. T is equal to half I theta dot square. Where I is the moment of inertia about the point of suspension. That is the moment of inertia for the compound pendulum. And V is the potential. When V is the potential energy, V is equal to എവിടെയാണോ പോയിന്റ് ഓഫ് സസ്പെൻഷൻ, വി കീപ് ദാറ്റ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആസ് അവർ ഒറിജിൻ. ദിസ് ഈസ് അവർ ഒറിജിൻ. Wherever be the point of suspension, we keep that point of suspension as the origin. Since our point of consideration, the center of gravity is below the origin,
Our center of gravity is below the origin. It is negative. Sign is negative. So V is equal to height. Here the height is L cos theta. So it is minus mgl cos theta. Minus mgl cos theta. Minus miss avarudhu. Why? Because the point of consideration, our center of gravity is below the point of suspension. So the length is the length should be negative. Negative length എന്നല്ല, the sign should be negative. Point of suspension താഴെയാണ് center of gravity എന്ന് കാണിക്കാൻ. Minus mgl cos theta. 1. What is our Lagrangian? L is equal to half I theta dot square plus minus into minus plus mgl cos theta plus mgl cos theta. This is the required Lagrangian for the compound pendulum. I hope this is clear. നമുക്ക് പലപ്പോഴും തെറ്റുന്ന ഇതാണ്, നമ്മൾ ഈ മൈനസ് എടുക്കില്ല. ഈ മൈനസ് നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യല. മൈനസ് കൺസിഡർ ചെയ്യാതെ ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ കോസ് തീറ്റ നമ്മൾ എഴുതി വെക്കും. അതേ കാര്യം ഓപ്ഷനിലും കാണും. നമ്മൾ വളരെ ആക്രാന്തത്തോടെ അതങ്ങ് കറപ്പിക്കും, ഉത്തരം തെറ്റിപ്പോകും. നമ്മൾ മൈനസ് പലപ്പോഴും ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. സോ ദിസ് ഈസ് ദ ലഗ്രാഞ്ചിയൻ ഫോർ ദി കോമ്പൗണ്ട് പെൻഡുലം, റിക്വയർഡ് കോമ്പൗണ്ട് പെൻഡുലം. ഇനി നിങ്ങളോട് ഇതിൻ്റെ ഈ ലഗ്രാഞ്ചിയൻ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. യു മേ ബി നെക്സ്റ്റ് ടൈം യു മേ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ ഇപ്പം തന്നെ അതൊന്ന് ചെയ്ത് വെച്ചോളൂ. ഇക്വേഷൻസ് ഓഫ് മോഷൻ കണ്ടുപിടിക്കാമെന്ന്. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ? ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു 0. So d by dt of dou L by dou theta dot, it is I theta dot, minus dou L by dou theta, it is mgl sin theta. Minus into minus is plus, which is equal to 0. So I theta double dot d by dt of I theta dot is I theta double dot plus mgl sin theta is equal to 0. This is the required equation of motion. ഇനി ഇത് ഈ ക്വസ്റ്റ്യൻ എഴുതുന്ന ആൾക്ക് ചെറിയ കരുണയുണ്ടെങ്കിൽ അയാൾ ഈ ഓപ്ഷൻ തരും. ഇനി അയാൾ കുറച്ച് കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഹി വിൽ അപ്ലൈ ദ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ് ഇൻ ടു ദിസ്. ദാറ്റ് മീൻസ് തീറ്റ വിൽ ബി ലെസ് ദാൻ 1. തീറ്റ വിൽ ബി ലെസ് ദാൻ 1. നമ്മൾ ഓസിലേഷൻസിൻ്റെ കേസിൽ എപ്പോഴും തീറ്റ ഈസ് കെപ്റ്റ് ലെസ് ദാൻ 1. ഇഫ് തീറ്റ ഈസ് കെപ്റ്റ് ലെസ് ദാൻ 1, സൈൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. സോ വാട്ട് വിൽ ബി ദിസ്? ഐ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ ടു 0. ദിസ് ക്യാൻ ഓൾസോ ബി ആൻ ഇക്വേഷൻ ഓഫ് മോഷൻ. അയാൾക്ക് ക്വസ്റ്റ്യൻ എഴുതുന്ന ആൾക്ക് ഇതും തരാം, ഓപ്ഷനിൽ ഇതും തരാം. ഓക്കെ, ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ കണ്ടില്ലേ, ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് √2/L ഫൈൻഡ് ദ നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പോലെയല്ല ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ മറന്നു. ക്വസ്റ്റ്യനിൽ തന്നെ ഒരു മിസ്റ്റേക്കാണ് ചോദിച്ചേക്കുന്നത്. അയാൾ വേറെന്തോ ഉദ്ദേശത്തിലാണ് ചോദിച്ചത്. പക്ഷേ എന്താണ് ചോദിച്ചേക്കുന്നത് അയാൾ മറന്നുപോയി. ക്വസ്റ്റ്യൻ എഴുതി കൊടുത്തു, അതേപടി മറ്റവർ ടൈപ്പ് ചെയ്ത് വെച്ചു, ക്വസ്റ്റ്യനെ നമുക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനാണ് പതിവ്, സാധ്യത. ഫൈൻഡ് ദ കോൺസ്റ്റൻറ്റ്. ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ 1 ഡയമെൻഷണൽ ബോക്സിൽ ഒരു പ്രോബ്ലമാണ് ചോദിച്ചേക്കുന്നത്. അത് എന്ത് കോൺസ്റ്റൻ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. സോ ബെറ്റർ നിങ്ങൾ ട്രിക്കി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഓക്കെ, അപ്പം ഈ ലഗ്രാഞ്ചിയൻ എഴുതാൻ മാത്രമല്ല, ഇക്വേഷൻ ഓഫ് മോഷൻ ഇത്തരത്തിലെഴുതാനും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് കരുതുന്നു. പിടികിട്ടിയല്ലോ അല്ലേ? വലിയ പ്രയാസമില്ലല്ലോ. ക്യാൻസൽ ചെയ്യാൻ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് സാർ? എനിക്ക് തോന്നുന്നു ഒരു 3 എണ്ണമെങ്കിലും
മിക്കവാറും ക്ലിയർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനത് മറന്നുപോയി. ഞാൻ ഏതൊക്കെയാണെന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻസൽ ചെയ്താൽ അതിൻ്റെ മാർക്ക് കുറയാനാണ് സാധ്യത. അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കുറയാനല്ല, അതിൻ്റെ മാർക്ക് ഇല്ലാതെ കൺസിഡർ ചെയ്യാനാണ് സാധ്യത. 117 ചോദ്യങ്ങളിലായിട്ടേ അങ്ങനെ ആവാനാണ് സാധ്യത. ആ ക്വസ്റ്റ്യൻ ഇല്ല എന്ന് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പഴയ ഓർമ്മകളിലേക്കൊന്ന് പോകാൻ ക്ലാസ് കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ലാംബ് ഡിമിങ്. ഓക്കെ, സി നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഫോർ എ ഡയാറ്റോമിക് മോളിക്യൂൾ ആർ. റാങ്കിൻ്റെ ക്വസ്റ്റ്യൻ, അശ്വതി ഘോഷ്, റാങ്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നാ പറ്റി? എന്താണെന്നൊന്ന് പറയാമോ? റാങ്കിൻ്റെ ക്വസ്റ്റ്യൻ. See, normal modes of vibration for a diatomic molecule. Normal modes of vibration for a diatomic molecule. See, ഇതാണ് ചോദ്യം. നോക്കിക്കോ, ഞാനൊരു 2 മിനിറ്റ് കൂടുതൽ എടുക്കാണ് കേട്ടോ. 7 മണി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നതെങ്കിലും ഒരു ഈ പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്തിട്ട് പോ. നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ. ഡയറ്റോമിക് മോളിക്യൂളാണ് ചോദിച്ചേക്കുന്നത്. ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, 2 masses m1 and m2 are connected by a spring constant k. റാങ്ക് 3 ആൻസർ കീ അതല്ല. റാങ്ക് 3 ആണ് കിട്ടിയത്, ആൻസർ കീ അതല്ല. ഈ ക്വസ്റ്റ്യൻ തന്നെയാണോ ചോദിച്ചത്? ഐ ഡൗട്ട്. ഞാനത് ഓർക്കുന്നില്ല അവിടെ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ മറന്നുപോയി. റാങ്കിൻ്റെ ക്വസ്റ്റ്യൻ, യെസ്. ആൻസർ കീയിലൊക്കെ എന്തൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 3 ക്വസ്റ്റ്യൻ മിനിമം ഉറപ്പാണെന്ന് തോന്നുന്നു ക്യാൻസൽ ചെയ്യാൻ. ഷുവറാണ്. യെസ്, റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഓർക്കുന്നു, ശരിയാണ്. ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ 2 അറ്റത്ത് 2 മാസ് വെച്ചേക്കുന്നു, m1 ആൻഡ് m2. സി, നമുക്കറിയാം ദി പൊസിഷൻസ് ആർ മാർക്ക്ഡ് ആസ് x1 ആൻഡ് x2. ഇനി എന്താണ് ചെയ്യുന്നത്? ദീസ് 2 വിൽ വൈബ്രേറ്റ് ആൻഡ് ദ വൈബ്രേറ്റിംഗ് വെലോസിറ്റീസ് x1 ഡോട്ട് ആൻഡ് x2 ഡോട്ട്. ശരിയല്ലേ? x1 ഡോട്ട് x2 ഡോട്ട്. ഇത് x1 ഇങ്ങോട്ടും ഇത് x2 ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്താൽ സ്പ്രിങ് എത്ര കംപ്രസ് ചെയ്യും? x2 മൈനസ് x1 കംപ്രസ് ചെയ്യും. ശരിയല്ലേ? x2 മൈനസ് x1 കംപ്രസ് ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ആദ്യം എന്തുണ്ടാക്കണം? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി T is equal to half m1 x1 dot square plus half m2 x2 dot square. half m2 x2 dot square. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഹാഫ് എടുത്തിട്ട് കോമൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെട്രിക്സ് ഉണ്ടാക്കും. x1 ഡോട്ട് x2 ഡോട്ട് x1 ഡോട്ട് x2 ഡോട്ട്. ഇനി x1 ഡോട്ട് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് m1, x1 ഡോട്ട് x2 ഡോട്ട് ഒന്നുമില്ല, x2 ഡോട്ട് x1 ഡോട്ട് ഒന്നുമില്ല, x2 ഡോട്ട് സ്ക്വയർ m2. അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജി മെട്രിക്സ്? ഈക്വൽ ടു ഹാഫ് m1 0 0 m2. കൈനറ്റിക് എനർജി മെട്രിക്സ് കിട്ടിയല്ലോ. ഇനി പൊട്ടൻഷ്യൽ എനർജി V is equal to ഹാഫ് kx സ്ക്വയർ x2 minus x1 whole square, which is equal to half k x2 square plus x1 square minus x2 x1 minus x1 x2 minus x1 x2. ഇനി പൊട്ടൻഷ്യൽ എനർജി മെട്രിക്സ് ഹാഫ് കോമൺ എടുക്കണം. ഹാഫ് കോമൺ എടുത്തു കഴിഞ്ഞാൽ x1 x2 x1 x2 x1 സ്ക്വയർ k x1 x2 minus k x2 x1 minus k x2 square k. So potential energy matrix എന്താണ്? half k
minus k minus k. This is the potential energy matrix. Hope this is clear. ഇനി നോർമൽ മോഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിറ്റർമിനൻറ്റ് v മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 0 അല്ലേ? ചെയ്ത ഡിറ്റർമിനൻറ്റ് v മൈനസ് ഒമേഗ സ്ക്വയർ ടി ഹാഫ് ഇവിടെയുണ്ട്. രണ്ടിൻ്റെ ഹാഫ് ഉണ്ട്, ടിക്കും വിക്കും ഹാഫ് ഉള്ളതുകൊണ്ട് k മൈനസ് ഒമേഗ സ്ക്വയർ m1 മൈനസ് k മൈനസ് ഒമേഗ സ്ക്വയർ m1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി m2. ഇനി നമ്മളിവിടെ അസ്യൂം ചെയ്യാണ്, ജസ്റ്റ് ഈ അസ്യൂം m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുക. m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുക, പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന്. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി m, ദിസ് വിൽ ഓൾസോ ബി m. k മൈനസ് ഒമേഗ സ്ക്വയർ m മൈനസ് k മൈനസ് ഒമേഗ സ്ക്വയർ m ഈക്വൽ ടു 0. ഈ ഹാഫ് 0 ആയതുകൊണ്ട്, ഇപ്പുറത്ത് 0 ആയതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട. സോ എ ബി ബി എ, മെട്രിക്സ് ഓഫ് ദി ഫോം എ ബി ബി എ. എങ്ങനെയാണ് ഈക്വൽ ടു 0 ഇട്ടാൽ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? എ പ്ലസ് ബി എ മൈനസ് ബി, കെ മൈനസ് ഒമേഗ സ്ക്വയർ എം മൈനസ് കെ ഈക്വൽ ടു 0 ആൻഡ് കെ മൈനസ് ഒമേഗ സ്ക്വയർ എം പ്ലസ് കെ ഈക്വൽ ടു 0. k മൈനസ് കെയും പോയി. ഒമേഗ സ്ക്വയർ എം ഈസ് ഈക്വൽ ടു 0. ദറ്റ് മീൻസ് ഒമേഗ ഈസ് ഈക്വൽ ടു 0. ഇവിടെയോ 2k മൈനസ് ഒമേഗ സ്ക്വയർ എം ഈസ് ഈക്വൽ ടു 0. ദറ്റ് മീൻസ് ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2k ബൈ m. 2k ബൈ m. ഓക്കെ, m2 അത് കറക്റ്റ് ചെയ്തു കേട്ടോ അശ്വതി. നമ്മൾ അവസാനം ഇത് m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m ആക്കി നമ്മൾ അസ്യൂം ചെയ്തു. കാരണം CO2 മോളിക്യൂൾ, ഡയറ്റമിക് നമ്മുടെ ഓക്സിജൻ മോളിക്യൂൾ O2, അത് O ആൻഡ് O വിച്ച് ഈസ് കണക്റ്റഡ് ബൈ എ സ്പ്രിങ്. ദറ്റ് മീൻസ് ബോത്ത് ടു ആറ്റംസ് ആർ സെയിം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മോളിക്യൂൾസിൻ്റെ ബേസിലാണ് നമ്മൾ കൂടുതൽ ഇത് അപ്ലൈ ചെയ്യുക. ഈ m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m എന്ന് അസ്യൂം ചെയ്തില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല, അല്ലാതെ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇത് നമ്മുടെ ആൻസർ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m. ഓപ്ഷനിൽ ഈ രണ്ടെണ്ണേ ഉള്ളൂ, ഒമേഗ ഈക്വൽ ടു 0 ആൻഡ് ഒമേഗ ഈക്വൽ ടു റൂട്ട് 2k ബൈ m എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്തത്. മനസ്സിലായോ? അങ്ങനെ അല്ല എങ്കിൽ നമുക്ക് അല്ലാതെ ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയൊരു ഡിറ്റർമിനൻറ്റ് എ ബി ബി എ എന്ന് പറയുന്നൊരു ഡിറ്റർമിനൻറ്റ് വന്നു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഈക്വൽ ടു 0, എ മൈനസ് ബി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, സി ഇനി ഇതാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സെറ്റ് പേപ്പറുകൾ ഏതൊക്കെയാണ് എന്ന് സംശയമുള്ളവർക്ക് ജനറൽ പേപ്പർ കോച്ചിങ് ഉണ്ട്. ഫിസിക്സ്, മലയാളം, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ്, ഇത്രയുമാണ് നമ്മളിവിടെ കോച്ചിങ് കൊടുക്കുന്നത്. ഇനി എക്സാം നടത്തുന്നുണ്ടോ എന്ന് മുമ്പേ ഒരാൾ ചോദിച്ചായിരുന്നു. സിലബസ് ബേസ്ഡ് ക്ലാസ്സസ്, ഫിസിക്സിൻ്റെ കേസിൽ ഞാൻ ഗ്യാരണ്ടി കേട്ടോ, സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ്. കാരണം നമ്മൾ കമ്പോർഡ് സിലബസ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം 24 മണിക്കൂർ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. ബാക്കി കേട്ടതിൻ്റെ ഒക്കെ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കുറേ ക്ലിയർ ചെയ്തു, യാതൊരു പ്രശ്നവുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ സോൾഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വളരെ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായിട്ട് അതിൻ്റെ മുന്നിൽ വന്ന ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളത് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഇതുപോലെ ഈ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മിക്കവാറും ആഴ്ചയിൽ 1 വെച്ചെങ്കിലും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈവ് ക്ലാസ്സസ്. റെക്കോർഡഡ് ക്ലാസ്സിനേക്കാൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. കാരണം കൂടുതൽ ഉപകാരം, കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് ചോദിക്കാം. നമുക്കൊരു പിള്ളേർ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് എങ്കിലും വരുമല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടെ ഇൻറ്ററാക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും ലൈവ് ക്ലാസ്സസ്.
പിന്നെ വാട്സപ്പ് വഴി ടെലഗ്രാം വഴി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് അതിന് വേണ്ടി. പിന്നെ വീക്ക്ലി എക്സാംസ് ആൻഡ് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ റിവിഷൻ ടൈം ടേബിൾ. ഈ ടൈം ടേബിൾ ദീപ്തി ശ്യാം, ഫീസ് നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ കിട്ടും കേട്ടോ. ഫീസിൻ്റെ കാര്യമൊന്നും പറയാൻ എനിക്ക് അവകാശമില്ല, അതൊക്കെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ പറഞ്ഞോളൂ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എത്രയാണ് അവർ പറയും. അവരെ വിളിച്ച് അന്വേഷിച്ചാൽ അതിപ്പോൾ തന്നെ വിളിച്ച് ചോദിച്ചോളൂ, അവർ റെഡി ആയിരിക്കും. ഈ റിവിഷൻ ടൈം ടേബിൾ അത് നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ്. നമ്മൾ ആദ്യമൊക്കെ പഠിക്കും, അവസാനം ആകുമ്പോഴത്തേനും എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞൊരു പരുവമാകും. റിവിഷൻ ടൈം ടേബിൾ വെച്ച് നമ്മൾ നമ്മുടെ ഇവിടുത്തെ രീതി വെച്ച് അങ്ങ് പോവുകയാണെങ്കിൽ, ആ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് പൊക്കോളും, ഒരു പ്രശ്നവും വരുന്നില്ല. പിന്നെ നോട്ട്സ്, PDF നോട്ട്സ് അവൈലബിൾ ആണ്. എൻ്റെ തന്നെ നോട്ടുകൾ ഫിസിക്സിൻ്റെ അവൈലബിൾ ആണ്, ഇവരുടെ അടുത്തുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ചോദിച്ചാൽ മതി, നോട്ട്സ് കിട്ടും. പിന്നെ വീഡിയോ ക്ലാസ്സസ് ക്യാൻ ബി ഡൗൺലോഡ്, എത്ര തവണ വേണമെങ്കിലും കാണാവുന്ന വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യേകതകൾ. അപ്പം നിങ്ങൾ നമ്പറിലൊക്കെ വിളിച്ച് ചോദിച്ച് കൂടുതൽ സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ചോദിച്ച് നിങ്ങളുടെ സൗകര്യപ്രകാരം സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ബാക്കി പുറകെ നമുക്ക് കാണാം. ഇനിയും നിങ്ങളുണ്ടാവും, ഞാനും ഉണ്ടാവും. നമുക്ക് ഇനിയും ക്ലാസ്സുകളുമായിട്ട് ഇനിയും കൂടാം. നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളെന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ജോയിൻ ചെയ്യുക. നമ്പറിലൊക്കെ വിളിച്ച് ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റുക. ഓക്കെ, സോ വി വിൽ സീ യു. ബൈ. ഗുഡ് നൈറ്റ്.